ഹായ് ഓൾ. ഓക്കെ. അപ്പം നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇന്നപ്പം ഞാനിന്ന് ഒരു 3 ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ റെക്കോർഡിങ് കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം ഇന്ന് ആപ്ലിക്കേഷൻ ഒരു എറർ ഉണ്ടായിരുന്നു, എററും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് ആപ്ലിക്കേഷൻ ഒന്ന് റീഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പം റെഡി ആയത്. ഓക്കെ, ഇപ്പം സേവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ അല്ലാത്ത സമയത്ത് ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായി പോകുമായിരുന്നു. പിന്നെ ഞാൻ അവരുടെ കസ്റ്റമർ കെയറിൽ കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കിയപ്പോഴത്തേക്കും അവർ പറഞ്ഞു പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ HD നമുക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അതായത് HD വീഡിയോസ് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത് ട്രയൽ വേർഷനാണ്. ഓക്കെ, റെക്കോർഡ് പ്രോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലാണ്. ഓക്കെ, അപ്പം കുഴപ്പമില്ല. നമുക്കപ്പോൾ ഇന്നത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പം നമുക്ക് ഇന്ന് ഞാൻ എടുത്തേക്കുന്ന ആദ്യത്തെ ട്രേഡും കാര്യങ്ങളും എല്ലാം ഞാൻ പറയാം. ഓക്കെ, ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറയാം. എന്നിട്ട് നമുക്ക് നാളത്തെ അനാലിസിസിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഞാൻ ഇന്നലെ മാർക്ക് ചെയ്തിട്ടേക്കുന്ന ആ ലെവലിൻ്റെ ജസ്റ്റ് ഹൈ സ്വീപ്പ് ചെയ്തിട്ട് ഞാൻ അന്നേരം പറഞ്ഞായിരുന്നു, ഹൈ സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു PE എൻട്രി ആണ് ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ പക്ഷേ നല്ലൊരു ഡൗൺ ട്രെൻഡ് തന്നെ വന്നു ആദ്യം തന്നെ. അപ്പോൾ അതിൽ നമുക്കൊരു അഗ്രസീവ് എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ അഗ്രസീവ് എൻട്രി എടുക്കാതെ, കാരണം ഞാൻ ഇന്ന് എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ട്രാപ്പ് ആയിരിക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനപ്പോൾ ഒരു അഗ്രസീവ് എൻട്രിക്ക് പോയില്ല. അഗ്രസീവ് ആയിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഒരു 10:30 മുന്നേ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് ഇറങ്ങായിരുന്നു ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തു. ഞാൻ എൻട്രി എടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഉള്ള എൻ്റെ എൻട്രി ലെവലാണ് വന്നത്. ഓക്കെ, ഇവിടുന്ന് നിന്നുള്ളൊരു എൻട്രി ലെവൽ വന്നു. ഞാനപ്പോൾ എൻട്രി ചെയ്തതെന്ന് പറയുന്നത് 50,200 PE ആയിരുന്നു ഞാൻ ബൈ ചെയ്തത്. ആ ഒരു സ്ട്രൈക്ക് ബൈ ചെയ്തു. എനിക്ക് നിയർലി ഒരു 90 പോയിൻറ്റ്സോളം എനിക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1 മിനിറ്റിൽ ആ ഒരു സ്വിങ് ആയിരുന്നു. അത് ഈസി ആയിട്ട് തന്നെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്കൊരു 90 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് ട്രേഡ് എടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ലെവൽ സ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു ലെവൽ നല്ലൊരു ബൈയിങ് സോണായിട്ട് കൺസിഡർ ആയിക്കൊണ്ട്, അതായത് നല്ലൊരു ബൈയിങ് നടക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പം നല്ലൊരു അപ്സൈഡ് പുഷ് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു അപ്സൈഡ് പുഷ് വന്നപ്പോഴത്തേക്കിന് ഞാൻ അടുത്ത അപ്സൈഡ് പുഷിന് നമ്മുടെ ഈ ഒരു സ്വിങ് ഹൈ വരെ പോകാൻ ചാൻസ് ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിൽ നിന്ന് അതായത് ഒരു 1 മിനിറ്റ് ഇൻഡ്യൂസ്മെൻ്റ് എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഒരു എൻട്രി എടുത്തു. ഓക്കെ, ഞാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 1 മണിയാണ്, 1:09 തന്നെയാണ് ഞാൻ എൻട്രി എടുത്തത്. ഓക്കെ, ഞാൻ എടുത്ത ലെവൽ എന്ന് പറയുന്നത് 49,800 ആയിരുന്നു. 49,800 CE ആണ് ഞാൻ എടുത്തത്. നിയർലി എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഒരു 30 പോയിൻറ്റ്സ് ആയിരുന്നു. 30 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, 30 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വെച്ചു. അപ്പോൾ ഞാൻ എൻട്രി എടുത്ത ലെവൽ ഇവിടുന്നതാണ്. അപ്പോൾ ആദ്യമേയൊക്കെ നമുക്കൊരു അപ്സൈഡ് കാര്യങ്ങളെല്ലാം കിട്ടിയപ്പോഴത്തേക്കിന് നമുക്കൊരു പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതിൻ്റെ ഒരു കൺസോൾട്ടേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കിന് ഈ ഒരു ലെവൽ വന്നപ്പോഴും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമുക്കൊരു അപ്സൈഡ് പോയി ഈ ഒരു ലെവലൊക്കെ ആയപ്പോഴത്തേക്കിന്, അതായത് നിയർലി നമ്മൾ എൻട്രി ചെയ്ത ടൈം എന്ന് പറയുന്നത് 13:10 ആണ്. 1:10 നമ്മൾ എൻട്രി ചെയ്തു. ഓക്കെ, 2:10 വരെ സ്റ്റിൽ കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ DK വന്നു. അങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, അങ്ങനെയാണ്. പക്ഷേ ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായത്. അപ്പോൾ ആദ്യത്തെ 2 ട്രേഡ് ഇന്ന് 3 ട്രേഡ് എടുത്തായിരുന്നു. 1 നിഫ്റ്റിയിലും 2 ബാങ്ക് നിഫ്റ്റിയിലും. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ 1 പ്രോഫിറ്റ്, 1 സ്റ്റോപ്പ് ലോസ്. ഓക്കെ, അപ്പം നിയർലി നമുക്കിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടിയേക്കുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 90 മൈനസ് ഒരു 35 പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു 55-60 പോയിൻറ്റ്സോളം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഒരു കോളം എന്ന് പറയുന്നത് നമ്മുടെ നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ ആക്ച്വലി ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമുക്കൊരു അഗ്രസീവ് എൻട്രി അല്ലായിരുന്നു, നോർമൽ നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബാങ്ക് നിഫ്റ്റി നോക്കിക്കൊണ്ടിരുന്നതുകൊണ്ട് നമുക്ക് നിഫ്റ്റിയിൽ നോക്കാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക് സ്വിങ് ലോ വരെ പറ്റുമായിരുന്നു. ഓക്കെ, അങ്ങനെ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് വന്ന് പിന്നെ നമ്മൾ എടുത്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിൽ നമ്മൾ എൻട്രി എടുത്തു. ചെറിയ ക്വാണ്ടിറ്റി. SL എന്ന് പറഞ്ഞാൽ 18 പോയിൻറ്റും ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 66 പോയിൻറ്റ്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഹിറ്റായിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇന്ന് നമുക്കൊരു ഇന്നത്തെ നമുക്ക് ടാർഗറ്റ് ഹിറ്റായത് കണ്ടോ. അതായത് നമ്മൾ എൻട്രി ചെയ്ത സമയം എന്ന് പറയുന്നത് എപ്പോഴാണ്? 12:21 നമുക്ക് ടാർഗറ്റ് വന്നത് എത്രയാണ്? 13:21. അതായത് നിയർലി നമ്മൾ ഒരു ട്രേഡിൽ 1 അവറോളം നമ്മൾ ഇരുന്നു, എല്ലാ ട്രേഡിലും. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും നമ്മൾ കരുതുന്നുണ്ടല്ലോ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പക്ഷേ ഹിറ്റായിട്ടാണ് അപ്സൈഡ് പോയത്. അതും നമ്മൾ 1 അവറോളം ഇരുന്നു. പക്ഷേ നമ്മളിത് നോക്കിയേ, ഇത് നമ്മൾ ഫസ്റ്റ് എൻട്രി എടുത്തത് എപ്പോഴാണ്? ഓക്കെ, 10:38 എൻട്രി എടുത്തു. അടുത്ത എത്രയാണ്? 11. നിയർലി ഒരു 20 മിനിറ്റ്സ്. ഓക്കെ, നമുക്ക് അങ്ങനത്തെ ഒരു എൻട്രീസ് കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ ടാർഗറ്റ് ഹിറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങാവുന്നത്. ഓക്കെ, ഇതിപ്പോൾ 1 അവർ എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ ഹിറ്റായി. അങ്ങനെ. ഓക്കെ, അത് നമുക്ക് ഇഷ്യൂസുള്ള കാര്യമല്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ആണ്, നമ്മൾ കറക്റ്റ് റിസ്ക് റിവാർഡിൽ ട്രേഡ് എടുത്ത് പോയാലും മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, നാളത്തെ നമുക്ക് ലെവൽസ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നത്തെ ആ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ ആ ലെവൽസ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇന്നത്തെ ഡേ ഹൈ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ഡേ ഹൈ നമുക്ക് കൺസിഡർ ചെയ്യുന്നു. ഇന്നത്തെ ഡേ ഹൈ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ ഹൈ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. പിന്നെ നമുക്ക് അടുത്തൊരു നല്ലൊരു പോയിൻ്റ് ലിക്വിഡിറ്റി ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട്, പക്ഷേ അത് നമുക്ക് എടുക്കണ്ട. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല. നമുക്കപ്പോൾ ഈ 2 ലെവൽസ് തന്നെ നാളത്തേക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് അപ്സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ലെവൽ എന്ന് പറയുന്നത് 53,292 പിന്നെ നമുക്ക് വരുന്നത് 49,782. അപ്പോൾ ഇത്രയാണ് നമുക്ക് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിൽ. നമുക്കപ്പോൾ നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിൽ നമുക്ക് 15 മിനിറ്റ്സിലോട്ട് നോക്കാം. ഓക്കെ, 15 മിനിറ്റ്സ് നോക്കാം. 15 മിനിറ്റ്സ് അല്ല, സോറി, നമ്മൾ എല്ലാ ദിവസവും ഡേ ഹൈ ഡേ ലോ മാർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തെ ഒരു ഡേ ഹൈ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഡേ ഹൈ മാർക്ക് ചെയ്തു, ഡേ ലോ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പം ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്നത് എത്രയാണ്? 24,337 പിന്നെ 24,184. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. ഇനി വേറെ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലോട്ട് നോക്കുമ്പോഴത്തേക്കിന് ഓക്കെ, 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു ലെവൽ തന്നെയാണ്. ഓക്കെ, നമുക്കപ്പോൾ ഇത്രയും ലെവൽസാണ് നാളത്തേക്ക് ഞാൻ നോക്കുന്നത് ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. 24,337 നമുക്ക് 24,184. ഓക്കെ, അപ്പോൾ ഇത്രയും ലെവൽസ് നമുക്ക് നാളത്തേക്ക് നോക്കാം. നാളത്തെ എൻ്റെ എൻട്രീസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ ഞാനൊരു പുട്ട് എൻട്രി ആയിരിക്കും നോക്കുന്നത്, PE എൻട്രി നോക്കും. ഡൗൺ സൈഡ് ആണെങ്കിൽ ഞാൻ ഈ ഒരു ഡൗൺ സൈഡ് എൻട്രി ആണെന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ എൻ്റെ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയിട്ട് മാത്രമാണ് ഞാനൊരു സിയിലോട്ട് എൻട്രി ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് 23,960 ആ ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കോൾ എൻട്രി ഞാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ സെയിം, നമ്മളൊരു അപ്സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പുട്ട് എൻട്രി ആയിരിക്കും മെയിനായിട്ട് നോക്കുന്നത്. ഡൗൺ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൾ എൻട്രി ആക്ച്വലി നോക്കും, പക്ഷേ ഞാൻ പറയില്ല, അവിടുത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചറും അവിടുത്തെ ഒരു പ്രൈസ് ആക്ഷനും നോക്കിയിട്ടായിരിക്കും നമ്മൾ എൻട്രിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നാളെ മുതൽ ലൈവ് സെഷൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇന്നലത്തെ വീഡിയോസ് ഇറപ്റ്റായി പോയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നലെ വീഡിയോസ് ഇടാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് 9:15 ആകുമ്പോൾ തന്നെ ഞാൻ അങ്ങ് റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ 3:30 ഒക്കെ ആകുമ്പോഴാണ് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിനും പിന്നെയും ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 1 to 2 മിനിറ്റ്സ് 1 to 2 ടൈംസ് കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് മറന്നു പോകും. പിന്നെ നമ്മൾ ട്രേഡിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈ റെക്കോർഡിങ് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നാളെ മുതൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. നാളെ മുതൽ നമ്മൾ ട്രേഡിങ് കാര്യങ്ങളോ ലൈവ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു നാളത്തെ ഒരു ഡേ ഹൈ, അതായത് ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ലെവൽസ് കാര്യങ്ങളൊക്കെ ഞാനപ്പോൾ ഒരു ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.